കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിലപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതം നയിക്കുന്നതാണ്. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വചനവുമായിട്ട് നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ കൊണ്ടുപോകുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ആ പോക്ക് ദുരന്തത്തിലേക്കാണ്. യാതൊരു സംശയമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം എന്തു പറയുന്നുവോ അതിനനുസരിച്ച് നമ്മളെ നിയന്ത്രിക്കുന്നത് സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കുമുള്ള യാത്രയാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിന് നമ്മളെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠ പദവിയുമാണ്. അത് നിഷ്കളങ്ക ഹൃദയർക്ക് അല്ലെങ്കിൽ ഹൃദയം ശുദ്ധതയുള്ളവർക്ക് അത് സാധിക്കും. അല്ലാത്ത ദൈവം ഉയരും. ദൈവത്തിന്റെ വചനം പറയും, ദൈവം എതിർക്കുന്ന ഒരു കൂട്ടമാണ് നിഗളികൾ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. പറഞ്ഞാൽ നമ്മൾ ഏതുമില്ല, ഒന്നുമില്ല എന്ന് നമ്മൾ പൂർണ്ണമായി സമ്മതിച്ചേൽപ്പിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്നെ കടന്നു വരണം. ഒരു ആരാധന തന്നെ ജീവനുള്ള ആരാധനയായിരിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, ആദ്യം തന്നെ ആരാധനയുടെ വിഷയത്തിലാണ് പ്രശ്നം ഉണ്ടായത്, അല്ലേ? ഏതെന്തോട്ടത്തിൽ നമുക്കറിയാം. കൈന്റെ ഹാബേലിന്റെ ചരിത്രം എടുക്കുമ്പോൾ ആദ്യം തന്നെ ആരാധനയ്ക്ക് വന്നത് കൈൻ മോശമായിട്ടുള്ള യാതൊന്നും കൊണ്ടുവന്നില്ല, കൃഷിയിൽ നിന്ന് നല്ല തന്നെയായിരിക്കും കൊണ്ടുവന്നു. എന്നാൽ ഹാബേലിന്റെ ആരാധനയിൽ എന്താ ഉണ്ടായത്? അവിടെ ആ ആരാധനയിൽ ജീവൻ ഉള്ള ഒന്നിനെയാണ്. മറ്റൊന്ന് രക്തവുമുണ്ട്. ഈ ജീവനും അതുപോലെ രക്തവും ആരാധനയിൽ ആവശ്യമാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനമില്ല. യാഗം എന്ന് പറയുന്നത് പാപമോചനത്തിന് വേണ്ടിയാണ്. ഒരുപക്ഷെ തന്റെ മാതാപിതാക്കളിൽ നിന്ന് കൈനും ഹാബേലും കേട്ട് കാണും, തങ്ങൾ പാപം ചെയ്തപ്പോൾ തങ്ങൾക്ക് വേണ്ടി ഏതോ ഒരു മൃഗത്തെ അവിടെ അറുത്തിട്ടുണ്ട്, അതിന്റെ തോലെടുത്താണ് ഉടുപ്പിച്ചത്. അപ്പോൾ പാപപരിഹാരത്തിന് രക്തം ചൊരിയണമെന്നുള്ള ഒരു ചിന്ത തങ്ങളുടെ മനസ്സിൽ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിക്കാണും. അപ്പോൾ മാതാപിതാക്കൾ വളരെ മാതൃകയോടും നല്ല നിലകളിലും മുൻപോട്ട് പോകേണ്ടത്, മക്കളുടെ മുമ്പിൽ മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ആരാധനയിൽ ദൈവത്തിന് പറയുന്നു, റോമാലേഖനം 12-ാം അധ്യായം വായിക്കേണ്ട, നമുക്കറിയാവുന്ന വാക്യമാണ്. 12:1 മുതൽ വായിക്കുമ്പോൾ, ഞാൻ ദൈവത്തിന് മനസ്സലിമർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനകളായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി സമർപ്പിക്കണം. അപ്പൊ നമ്മുടെ ശരീരാത്മദേഹികളെ സമ്പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കുക, ദൈവവചനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവത്തിനെ പോലെ ജീവിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് എന്തെങ്കിലും പ്രവർത്തിക്കുവാനുണ്ടെങ്കിൽ എങ്ങനെയാ? കർത്താവിന്റെ വചനം പറയുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? ദൈവം പറഞ്ഞ ശബ്ദത്തിൽ പറയുമ്പോൾ വളരെ ഭയങ്കര തെറ്റ് പറയാൻ പോകുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ട. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ശബ്ദത്തിൽ അങ്ങ് പറഞ്ഞോണം. ആത്മാവാണ്, ദൈവം ആത്മാവാണ്. അത് ദൈവം ആരാകുന്നു എന്ന് ചോദിച്ചാൽ ദൈവം ആത്മാവാണ്. ദൈവം എങ്ങനെയുള്ളവനെന്ന് ചോദിച്ചാൽ എന്ന് പറയും? കരുണയുള്ളവനാണ്. എങ്കിലും ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധൻ, ഏക പരിശുദ്ധനേ ഉള്ളൂ, ഹോളി വൺ. ദൈവം പരിശുദ്ധനാണ്. ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ആത്മാവാണ്. ദൈവം എങ്ങനെയുള്ളവനെന്ന് ചോദിച്ചാൽ അവൻ പരിശുദ്ധനാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ പരിശുദ്ധനാകയാൽ നിങ്ങളും പരിശുദ്ധരാകുവിൻ. ദൈവം വിശുദ്ധനായിരിക്കുന്നു. നമ്മളും ദൈവം ഏറ്റവും, അതുപോലെ തന്നെ കർത്താവിന്റെ ഹിതം എന്തെന്ന് നമ്മൾ അറിയണം. എനിക്ക് തോന്നുന്നു എഫേസ്യ ലേഖനം 5:17 ഒന്ന് വായിച്ചു. എഫേസ്യർ 5:17. കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുക. മതി. അപ്പൊ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളണം. നമ്മൾ ചോദിച്ചാൽ, ഇന്ന് പകൽക്കാലം ഇവിടെയുള്ള ദൈവമക്കളോട് ചോദിച്ചാൽ കർത്താവിന്റെ ഇഷ്ടം എന്താണ്?
ശരിയായിട്ടുള്ള ഉത്തരവാ പറയുന്നത്, എന്നിട്ടും ശബ്ദം കുറച്ചാ പറയുന്നത്. എന്താ? ആ കർത്താവിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയാണ്. നമ്മുടെ ശുദ്ധീകരണം, ആ ശുദ്ധീകരണം അല്ലാതെ കർത്താവ് ഒന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഹൃദയം ശുദ്ധിയാകണം, നമ്മുടെ പ്രവൃത്തി ശുദ്ധിയാകണം, നമ്മുടെ നോട്ടം ശുദ്ധിയാകണം, നമ്മുടെ സംസാരം ശുദ്ധിയാകണം. ആ ആകമാനം നമ്മൾ ഒരു ശുദ്ധിയുള്ള ആരാധനകളായി, സമർപ്പിക്കപ്പെട്ട ആരാധനകളായി ദൈവസന്നിധിയിൽ ഇരുന്നാൽ വലിയ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് നന്മയും കരുണയും പിന്തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആ, നന്മയും കരുണയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും പുറകെ നമ്മൾ പോകേണ്ട ഗതികേടില്ല. പിന്നെ അത് നമ്മളെ പിൻപറ്റും. എങ്ങനെയായാൽ ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ എനിക്കും നിങ്ങൾക്കും വിശുദ്ധിയെ തികയ്പ്പാൻ കഴിയുന്നുവെങ്കിൽ സ്വർഗത്തിലെ തമ്പുരാന്റെ പ്രവൃത്തി നമ്മുടെ മേലുണ്ടാകും. അവന്റെ ദൃഷ്ടി എപ്പോഴും നമ്മുടെ മേലുണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ എണ്ണ കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്യും. ഒരു അഭിഷക്തനായിട്ട് നമുക്ക് ജീവിക്കാൻ, കുടുംബത്തിൽ ജീവിക്കുവാനായിട്ട്, സമൂഹത്തിൽ ജീവിക്കുവാനായിട്ട്, ദൈവസഭയിലായിരിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയാണ്. നമ്മുടെ സഭയെക്കുറിച്ചും വലിയ ജനക്കൂട്ടം ഉണ്ടാകണമെന്നല്ല, ഉണ്ടായിക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. ജനക്കൂട്ടം ഉണ്ടാകുക എന്നുള്ളതിനേക്കാൾ ഉപരി ഉള്ള വ്യക്തികൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥതയുള്ള നല്ല നല്ല കുടുംബജീവിതത്തിൽ, നല്ല ദൈവജനത്തിൽ പറയുന്നതിനനുസരിച്ച് ഭാര്യ ഭർത്തൃ ജീവിതം, കുഞ്ഞുങ്ങളുടെ ജീവിതം മാതൃകയുള്ളതായിരിക്കും. അങ്ങനെയുള്ളതായി കഴിഞ്ഞാൽ ദൈവത്തിന് വലിയ പ്രവർത്തിക്കാൻ കഴിയും. ഇവിടെ കിടന്ന് പിന്നെ എന്താ നമ്മൾ മറ്റൊന്നും വേറൊന്നും ചെയ്യേണ്ട. ദൈവസേന പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ആ നിമിഷത്തിൽ കർത്താവ് വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുകയുണ്ടേ. ഞാനത് വെറുതെ പറയുന്നതല്ല. എൻ്റെ കുറച്ച് നാളുകളുള്ള സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവസേനയിൽ വിശുദ്ധിയോടെ നിലനിൽക്കാൻ സന്ദർഭം കർത്താവ് തന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ദൈവം പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, ദൈവം മറുപടി തന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ ആദ്യത്തെ വാക്യവും അവസാനത്തെ വാക്യവും ഒന്ന് തന്നെയാണ്, അല്ലേ? എന്താ? നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ കർത്താവിനെ, ഇവിടെ കർത്താവ് ആരായി? കർത്താവ് ആരാ? കർത്താവ് ദാവീദ് പറയുന്ന ഒരു വാക്യം എടുക്കാം. 16 ഞാൻ യഹോവയോട് പറഞ്ഞു, നീ എന്റെ കർത്താവാകും. സങ്കീർത്തനം 16:2 ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു. ആരോട്? നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ഒഴികെ നമുക്ക് യാതൊരു നന്മയുമില്ല. വേണ്ടതേ, കർത്താവ് ഒഴികെ ഒരു നന്മയും നമുക്ക് വേണ്ട. കർത്താവ് ഒഴികെയുള്ള നന്മയെല്ലാം അത് താൽക്കാലികമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനവും നമുക്ക് നൽകുകയില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നെയായിരിക്കണം സകലവും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ദാവീദ് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, എന്താ? എന്റെ കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? സങ്കീർത്തനം വായിക്കണം, 110 സങ്കീർത്തനം. അത് ഇപ്പം വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് മിക്കവാറും നമ്മളൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ആ ദാവീദ് പറയുക, യഹോവ എന്താ? എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഈ കർത്താവ്, ഈ നമ്മള് പഴയ നിയമം വായിക്കുന്ന അവസരത്തിൽ നമുക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയും. ഉണ്ടോ? ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നുണ്ടോ പഴയ നിയമത്തിൽ? കാണാം. പഴയ നിയമത്തിൽ കാണാം. പഴയ നിയമത്തിലെ ക്രിസ്തു എങ്ങനെയാ? മറയപ്പെട്ട ക്രിസ്തു, മറയ്ക്കപ്പെട്ട, പൊതിഞ്ഞു കാണിക്കുക ക്രിസ്തുവിന്. യെശയ്യാവ് 45:15 ഒന്ന് വായിച്ച്. യെശയ്യാവ് 45:15. ഇസ്രായേലിന്റെ ദൈവവും രക്ഷിതാവുമായുള്ളവരെ, നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. അവർ എല്ലാവരും മതി. നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. പഴയ നിയമത്തിൽ നമുക്കറിയാം, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗമായും വിവിധമായി എന്ന് പറഞ്ഞാൽ കുറേശ്ശെ പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രനിലൂടെ വെളിപ്പെടുകയാണ്.
അല്ല, ആദ്യം അവൻ കുറേശ്ശെ അല്പാൽപമായിട്ട് പ്രകാശം സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു എന്നാണോ? വന്നുകൊണ്ടിരുന്നു എന്നാ. ആദ്യ കാലങ്ങളിൽ മുഴുവൻ സത്യ വെളിച്ചം ലോകത്തിലേക്ക് ശക്തമായിട്ട് വലിയ പ്രകാശത്തില്ല, മറച്ചു വെച്ചാണ്. എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാം സമാഗമ കൂടാരം. ഞാൻ ദൈവം അനുവദിച്ച സമാഗമ കൂടാരം എന്നുള്ളൊരു വിഷയം വീണ്ടും നമ്മുടെ ഒരു ക്ലാസ് പോലെ എടുക്കണം എന്നുള്ള താല്പര്യം എനിക്കുണ്ട്. സമാഗമന കൂടാരത്തിൽ മൊത്തം സമാഗമന കൂടാരത്തെ നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിൽ എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? ഒന്ന്, അത് കർത്താവായ യേശുവിനെ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ട്, ജീവിക്കുന്ന ദൈവമക്കളെ സൂചിപ്പിക്കുന്നുണ്ട്, അല്ലേ? യേശു ക്രിസ്തുവിനെ സമാഗമന കൂടാരത്തിന്റെ മൂടുവിരി എന്താ? അതിന്റെ മൂട് ഇങ്ങനെ മൂടി അതിന്റെ മുകളിലായിട്ട് ഇട്ടിരിക്കുന്നത് തകശുതോലെന്ന് പറയും. തകശുതോലെന്ന് പറഞ്ഞാൽ തകശെന്നു എന്ന മൃഗത്തിന്റെ തോലിൽ നിന്ന് എടുക്കുക. അതിന്റെ പ്രത്യേകത എന്താ? ഒരു സൗന്ദര്യവുമില്ല. ഒരു ചാക്ക് പോലെ, നമ്മുടെ ചണച്ചാക്കില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ പുറമേ നിൽക്കുന്ന നോക്കുന്നവർക്ക് എന്താ കാണാൻ കഴിയുന്നു? സമാഗമന കൂടാരം. ദൂരെ നിന്ന് മരുഭൂമിയിൽ നോക്കുന്നവർക്ക് യാതൊരു സൗന്ദര്യവും ഈ സമാഗമന കൂടാരത്തിൽ ആസ്വദിക്കുവാനില്ല. പക്ഷേ അതിൽ മറയപ്പെട്ടിരിക്കുന്ന അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ എന്ത് കാണാൻ സാധിക്കും? കാഴ്ചയപ്പമേശ, അല്ലേ? അതുപോലെ ധൂപപീഠം. ധൂപപീഠം എങ്ങനെ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്? കതിരമരം കൊണ്ടുണ്ടാക്കണം. എന്നിട്ട് അതിൽ മുഴുവൻ പൊന്നു പൊതിയണം, സ്വർണം പൊതിയണം. ഈ സ്വർണം പൊതിഞ്ഞു കഴിഞ്ഞാൽ സ്വർണം പൊതിഞ്ഞതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ കതിരമരം ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. ഈ കതിരമരം എന്തിനെ സൂചിപ്പിക്കുന്നു? യേശുവിൻ്റെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ മനുഷ്യത്വം എവിടെ ഇരിക്കുന്നു? പഴയ നിയമകാലത്ത് പൊതിയപ്പെട്ടിരിക്കുകയാണ്. എവിടെ പൊതിയപ്പെട്ടിരിക്കുന്നു? സ്വർണത്തിൽ പൊതിയപ്പെട്ടിരിക്കുക. ഈ സ്വർണം എന്തിനെ സൂചിപ്പിക്കുന്നു? അവന്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുക. ദൈവത്വത്താൽ പൊതിയപ്പെട്ട് എന്തിരിക്കുന്നു? കതിരമരമിരിക്കുന്നു. കാഴ്ചയപ്പമേശയ്ക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പുറമേ നിന്ന് നോക്കുന്നവർക്ക് കതിരമരം കാണാൻ കഴിയത്തില്ല. പക്ഷേ കതിരമരമുണ്ട്, മനുഷ്യത്വമുണ്ട്. മനുഷ്യത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വം നമ്മൾ ചിന്തിക്കുന്ന മനുഷ്യത്വമല്ല കേട്ടോ. ഈ ദൈവത്തിന്റെ ഒരു രക്ഷണ്യ പദ്ധതി മറച്ചു വെച്ചിട്ടുണ്ട് ദൈവത്തിൽ തന്നെ. അതുകൊണ്ടാണ് യഹോവയായ രക്ഷകൻ, നിന്റെ വീണ്ടെടുപ്പുകാരനും നിന്റെ ദൈവമായവൻ ഒരുവനാണ്. അപ്പൊ വീണ്ടെടുപ്പുകാരനും ദൈവം ഒരുവനാണ് എന്ന് അവിടെ വ്യക്തമാക്കി തരികയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ മറച്ചു വെച്ചിരിക്കുന്ന സംഗതി ഒന്ന് നമുക്ക് യെഹെസ്കേൽ പ്രവചനം 1:26 ഒന്ന് വായിച്ചേ. യെഹെസ്കേൽ 1:26. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ, അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും, ഒരു സിംഹാസനത്തിന്റെ രൂപവും, സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിനു മീതെ സിംഹാസനത്തിന് മീതെ മനുഷ്യ സാദൃശ്യത്തിലൊരു രൂപവും ഉണ്ടായിരുന്നു. അവന്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കൊത്ത ശുക്ല സ്വർണം പോലെ ഞാൻ കണ്ടു. മതി. ഇത് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യെഹെസ്കേൽ കണ്ട ആ സ്വർഗീയ ദർശനമാണ്. അതിന്റെ താഴ്ത്ത് വായിച്ചേ. അതിന്റെ ചുറ്റും പ്രകാശവും ഉണ്ട്. അതിന്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിന്റെ ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന മില്ലിന്റെ കാഴ്ച പോലെ ആയിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. എങ്ങനെ? യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത, ഒരു വലിയ തേജസ്. ആ തേജസ്സിന്റെ നടുവിൽ ആര് കണ്ടു? ഒരു മനുഷ്യരൂപം. ഇതിനെയാണ് കതിരമരത്തോട് ഉപമിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനെയാണ് മനുഷ്യത്വത്തോട് ഉപയോഗിക്കുന്നത്. ഈ മനുഷ്യരൂപം എന്തിനു വേണ്ടിയുള്ളതാ? ഈ മനുഷ്യരൂപം ആരാ? അടുത്തുകൂടാത്ത വെളിച്ചത്തിന്റെ നടുവിൽ മനുഷ്യരൂപം എന്തിനെ സൂചിപ്പിക്കുന്നു? നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം
വചനവും ദൈവമായിരുന്നു എന്നല്ല, വചനം ദൈവമായിരുന്നു. അപ്പോൾ അടുത്തുകൂടാത്ത വെളിച്ചത്തിന്റെ നടുവിൽ ഈ ലോകത്തെ ഉളവാക്കിയ ആ ദൈവത്തിന്റെ വചനമാണ് ഈ മനുഷ്യരൂപം എന്ന് പറയുന്നത്. അതിന്റെ നടുവിലിരുന്നു കൊണ്ട് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഈ ലോകം ഉളവായി വന്നു. എബ്രായ ലേഖനം 11:3 നമ്മൾ വായിക്കുമ്പോൾ ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല. കാരണം ഈ കാണുന്ന ലോകം ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് അതിന്റെ കാരണം ദൃശ്യമായ ഒന്നല്ല, അദൃശ്യമായ ഒന്നിൽ നിന്നാണ്. അദൃശ്യമായ ഒന്നാണ് ശബ്ദം. അവിടെ ഇരുന്നുകൊണ്ട് ശബ്ദിച്ചു. കാലം സമ്പൂർണ്ണം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? വചനം ജഡമായി തീർന്നു. ആ ജഡത്തിൽ ദൈവം വെളിപ്പെട്ടു. കണ്ടോ? ദൈവം ആദിയിൽ ഈ മനുഷ്യത്വം ആ മറവായിരുന്നു. ക്രിസ്തു മറഞ്ഞിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനെ തുറന്നു കാണിച്ചു. ഹല്ലേലൂയ! അവൻ ആരാണെന്ന് വെളിപ്പെടുത്തി. ദൈവവും ദൈവത്തിന്റെ ശബ്ദവും രണ്ട് വ്യക്തികളായി ഇവിടുത്തെ ദുഷ്ടലോകം ചിത്രീകരിക്കുമ്പോൾ ദൈവവും തന്റെ ശബ്ദവും പിതാവും പുത്രനും അവന്റെ രക്ഷണ്യ പദ്ധതിയും രണ്ട് വ്യക്തികളല്ല, ദൈവത്തിന്റെ ബഹുവിധമാകുന്ന പ്രവൃത്തിയാണ് സൂചിപ്പിക്കുന്നത്. ഹലോ, സമാന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സംഗതി ഉണ്ട്. എന്താ? ഞാൻ അതിനെക്കുറിച്ച് നന്നായിട്ട് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചും പ്രാർത്ഥിച്ചും ക്രമീകരിച്ച് കാര്യങ്ങൾ സംസാരിച്ചോളാം. ഞാനിപ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്ന് അങ്ങ് പറയുന്നുള്ളതേ ഉള്ളൂ. അവിടെ എന്താ ഉണ്ടാകുന്നത്? തിരശീലയുണ്ട്. ഈ തിരശീല എങ്ങനെയുള്ളതായിരുന്നു? അതിവിശുദ്ധമായിട്ടുള്ള ഒരു നല്ല പ്യുവർ വൈറ്റ് ഉള്ള ഒന്നായിരുന്നു. ആണോ? അല്ല. പിന്നെ പറഞ്ഞോ? കടുചുവപ്പ്. പിന്നെ ഞാൻ ബാക്കി എടുത്തോളാം കേട്ടോ. സ്ത്രീകളോട് പറഞ്ഞു, സ്ത്രീകളാണ് ഇതിന്റെ പണിക്കാരൻ. സ്ത്രീകളോടെന്താ പറഞ്ഞത്? നിങ്ങൾ പിരിച്ച പഞ്ഞിനൂല്, ധൂമ്ര നൂല്, ചുവപ്പ് നൂല്, പിന്നെ നീല നൂല്, പിന്നെന്താ? പിരിച്ച പഞ്ഞിനൂല്, ധൂമ്ര നൂല്, പിന്നെ നീല നൂല്, ചുവപ്പ് നൂല്, 4 വിധത്തിലുള്ള നൂല്. ഇത് ദൈവത്തിന്റെ, ഇത് സത്യത്തിൽ ഈ തിരശ്ശീല ആരെയാ സൂചിപ്പിക്കുന്നത്? കർത്താവായ യേശുവിനെയാ. സംശയം വല്ലതും ഉണ്ടോ? ഇല്ല. കാരണം എന്താ? യേശു ക്രിസ്തുവിന്റെ ചങ്കിൽ അവർ കുന്തം കുത്തിയ നിമിഷത്തിൽ അവന്റെ ആ ചങ്ക് രണ്ടായിട്ട് പിളർന്ന നിമിഷത്തിൽ അതേ സെക്കൻഡിൽ ആ മൂവ്മെന്റിൽ തന്നെ യെരൂശലേമിലെ തിരശ്ശീല മുകൾ തൊട്ട് അടിവരെ കീറി ചിന്തി. അടി തൊട്ട് മുകളിലേക്കല്ല, മുകളിൽ നിന്ന് അടിയിലേക്ക് ചിന്തി. ഹല്ലേലൂയ! അടി എന്ന് പറഞ്ഞാൽ അതിലൂടെ എന്താ? നമുക്ക് വിശുദ്ധ സ്ഥലത്തേക്ക്, അതിവിശുദ്ധ സ്ഥലത്തേക്ക്, സ്വർഗത്തിലേക്ക്, ദൈവത്തെങ്കിലേക്ക് എന്ന് പറഞ്ഞാൽ ദൈവിക സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വഴിയാ തുറക്കുന്നത്. പുതുവഴി തുറന്നു. അവന്റെ രക്തം നിമിത്തം അവന്റെ ചങ്ക് നമുക്ക് വേണ്ടി തുറന്നപ്പോൾ ആ തുറന്നത് ഒരു പുതിയ വഴി നമുക്ക് തുറക്കുകയായിരുന്നു. ഹല്ലേലൂയ! ഈ പിരിച്ച മഞ്ഞനൂലും നീലനൂലും ധൂമ്ര നൂലും ചുവപ്പ് നൂല് എന്തിനെ സൂചിപ്പിക്കുന്നു? രക്തത്തെ സൂചിപ്പിക്കുന്നു. രക്തം എന്തിനെ സൂചിപ്പിക്കുന്നു? അവന്റെ രക്തത്താലുള്ള വീട് തന്നെ പാപമോചനത്തെ സൂചിപ്പിക്കുന്നു. നീലനൂൽ എന്തിനെ സൂചിപ്പിക്കുന്നു? അവൻ സ്വർഗീയനാണ്, അവൻ ഉന്നതനാണെന്ന് കാണിക്കുന്നു. ആകാശത്തിന്റെ കളറാണ് നീല, അല്ലേ? അവൻ ഉന്നതനാണെന്ന് കാണിക്കുന്നു. അതുപോലെ വെള്ളനൂല്, മറ്റ് ധൂമ്രനൂൽ എന്തിനെ കാണിക്കുന്നു? അവൻ മാത്രമാണ് രാജാതിരാജാവെന്ന് കാണിക്കുന്നു. ഹല്ലേലൂയ! അതുപോലെ പഞ്ഞിനൂല് അവൻ പരിശുദ്ധനാണ്, ഏക പരിശുദ്ധനാണെന്ന് കാണിക്കുന്നു. ഹല്ലേലൂയ! മറ്റൊരു സംഗതി, ഇത് സ്ത്രീകളാണ് ഉണ്ടാക്കുന്നത്, അല്ലേ? സ്ത്രീകൾ അത് നെയ്ത് നല്ല മനോഹരമാക്കി ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് സ്ത്രീകളാണ് ഇതിന്റെ പണിക്കാൻ. കർത്താവായ യേശു ക്രിസ്തു ഇവിടേക്ക് കടന്നു വന്നത് ആരായിട്ടാണ്? സ്ത്രീയുടെ സന്തതിയായിട്ടാണ് വന്നത്. ഹല്ലേലൂയ! അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ സമാഗമന കൂടാരത്തിന്റെ ഉള്ളിൽ കാണുന്ന ഈ ധൂപവർഗവും അവിടെ കാണുന്ന അതുപോലെ തന്നെ ഈ കാഴ്ചയപ്പ മേശയൊക്കെ കതിരമരം കൊണ്ട് ഉണ്ടാക്കിയെങ്കിലും കതിരമരം കാണുവാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ! അത് എന്ത് സംഭവിക്കുന്നു?
അത് സ്വർണം കൊണ്ട് പൊതിഞ്ഞു, ദൈവത്വം പൊതിഞ്ഞു. ദൈവത്വത്തിന്റെ ഉള്ളിലാണ് അതിരിക്കുന്നത്. ഈ ദൈവത്വവും ഈ മനുഷ്യത്വവും രണ്ട് വ്യക്തിയല്ല. പിതാവും പുത്രനും രണ്ട് വ്യക്തികളല്ല. ഹല്ലേലൂയ. അത് പൊതിയപ്പെട്ടതാണ്. ഇതാണ് ഈ കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ഇവിടേക്ക് കടന്നു വന്നത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് തീമോഥെയോസ് 3:16 നമ്മൾ വായിക്കുന്നത്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം ഒന്നുണ്ട്. എന്താ വെളിപ്പാട് പുസ്തകം കാണാൻ കഴിയുന്നത് 22-ാം അധ്യായത്തിലാണ്. അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചു. 22-16. ഹല്ലേലൂയ. യേശു എന്ന് ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിക്കുവാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകും. ഹല്ലേലൂയ. ഞാൻ ദാവീദിന്റെ വേരും വംശവും. വേരെന്ന് പറഞ്ഞാൽ ഉത്ഭവം. ഞാൻ ദാവീദിന്റെ വേരാണ് എന്ന് പറഞ്ഞാൽ ദാവീദ് ഇങ്ങോട്ട് മുളച്ചു വരാൻ കാരണക്കാരൻ ഞാനാണ്. ദാവീദിന്റെ അപ്പനാണ് ഞാൻ. ദാവീദിന്റെ വേരാണ്. പിന്നെ വംശം എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ വേരും വംശം എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ സന്തതി. നോക്കണം, ഒരുവന് തന്നെ ദാവീദിന്റെ അപ്പനാകാനും അവന് തന്നെ ദാവീദിന്റെ മകനാകാനും കഴിയുമോ? ലോകപ്രകാരം കഴിയുമോ? ഇല്ല. ലോകപ്രകാരം കഴിയില്ലെങ്കിലും മനുഷ്യന് അസാധ്യമെങ്കിലും ദൈവത്താൽ സകലതും കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദാവീദിന്റെ വേരെവിടെയാ? മണ്ണിന്റെ മുകളിലാണ് നിൽക്കുന്നത്, മണ്ണിനടിയില്ല. വേര് കാണാൻ ആർക്കും കഴിയില്ല. ഈ പുതിയ നിയമകാലത്ത് പിതാവിനെ കാണണമെങ്കിൽ ആരിലൂടെ കാണണം? പുത്രനിലൂടെ. ഹല്ലേലൂയ. നമ്മൾ കാണുന്നത് യേശുവിനെയാ. അത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഈ അവന്റെ ഈ വേരെന്ന് പറഞ്ഞാൽ അവന്റെ ദൈവത്വമാണ്, അല്ലെ പിതാവ്. അവന്റെ ദൈവത്വത്തിൽ തന്നെയാണ് അവന്റെ ഈ കൊമ്പ് നിൽക്കുന്നത്, പുത്രന് നിൽക്കുന്നത്. അവന്റെ ദൈവത്വവും അവന്റെ മനുഷ്യത്വവും അവന്റെ ദൈവത്വവും തമ്മിൽ രണ്ട് വ്യക്തികളല്ല. ഇതിനെ മുറിച്ചു മാറ്റാൻ പറ്റില്ല. ആ വേരിൽ തന്നെയാണ്, അവന്റെ ദൈവത്വത്തിൽ തന്നെയാണ് അവന്റെ പുത്രത്വം നിലകൊള്ളുന്നത്. ഹല്ലേലൂയ. ആ അടുത്തുകൂടാത്ത വെളിച്ചത്തിന്റെ നടുവിലാണ് ആ മനുഷ്യനോട് സദൃശനായവനെ കാണുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇന്ന് വെന്തക്കോസിലെ പണ്ഡിതന്മാർക്ക് കഴിയാതിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഈ ഭാഗ്യം ലോകത്തോട് വിളിച്ചറിയിക്കുവാനുള്ള ഒരു വലിയ മഹാഭാഗ്യമാണ് ലഭിച്ചത്. ആരും അവിശ്വസ്തരായി തീരരുത്, ആരും വീണു പോകരുത്, ആരും തകർന്നു പോകരുത്. നമുക്ക് ഈ സത്യം ലോകത്തോട് വിളിച്ചറിയിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അവസാന ശ്വാസം വരെയും ഈ സത്യം ലോകത്തോട് വിളിച്ചറിയിക്കുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സമർപ്പിക്കപ്പെട്ടവരായി നമുക്കിരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ.